പൂജ്യമായിരിക്കും. മിക്കവാറും ഏതെങ്കിലും തെരുവിൽ ഭ്രാന്ത് പിടിച്ച് ആരോടെങ്കിലും കയ്യും കാലും ഒക്കെ കാണിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊന്നും വരില്ല. വരനെ പോലെ മനസാന്നിധ്യമുള്ള ഒരാൾക്ക് അത് സംഭവിക്കോ? അതെ, ഭ്രാന്തനങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ പറയുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് മതിയാക്കണം, അത്ര തന്നെ. മേഡം, ഒരു സുപ്രഭാതത്തിൽ ഡയറക്ടറുടെ വേഷം കെട്ടി ഇങ്ങോട്ട് ഇറങ്ങിയവനല്ല ഞാൻ. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ കിടന്ന് പഠിച്ച് അതിന്റെ ചൂടും ചൂരും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പട്ടിണി കിടക്കേണ്ടടുത്ത് പട്ടിണി കിടന്നും കഷ്ടപ്പെടേണ്ടടുത്ത് കഷ്ടപ്പെട്ടും തന്നെയാണ് ഈ ചേറിൽ വന്നത്. സിനിമ എന്റെ ജീവവായുവാണ്. എന്റെ സിനിമയിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല, ആരുടെ മുന്നിലായാലും. ഒന്ന് മാറിയിക്കണോ അങ്ങോട്ട്. മുത്തശ്ശി, ഇത് അയാളുടെ അഹങ്കാരം. അവന്റെ അഹങ്കാരമേ ഇവിടെ വേണ്ട, അവന്റെ വീട്ടിൽ പോയി കാണിച്ചാ മതി. ഈ സിനിമ നിർത്തുന്നതിന് മുമ്പ് എന്തോ ഒന്ന് വിളിച്ചു പറയുമല്ലോടി. എന്താ മോളെ അത്? പാക്കപ്പ്. പാക്കപ്പ്. എല്ലാം ഓക്കെ എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് സാറയുടെ വരവ്. ചെറിയച്ഛൻ്റെ സാറാ. ഇവിടെ പിന്നെ അവിടെ നടന്നത് നാണംകെടുത്തൽ തന്നെയാ. അവർ വരുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂവിൽ തോറ്റൊന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. ഇത്രയും നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. പോട്ടെ, ഈ ഭൂമിയിലുള്ള എല്ലാ കമ്പനികളിലും സാറൊക്കെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് വേറെ നോക്കാം. നോക്കി നോക്കി മടുത്തിടോ. എത്ര കാലം ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതാ? എത്ര കാലം എന്ന് വെച്ചാ നമുക്ക് യോജിച്ചൊരു പണി കിട്ടുന്നവരെ. ഇപ്പൊ നമുക്ക് കഷ്ടകാലാന്ന് നമുക്ക് തന്നെ അറിയാലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? അത് നേരിടാനായിട്ട് മനസ്സിനങ്ങ് പാകപ്പെടുത്തി വെക്ക. ഇത്രയും കഴിവുള്ള ഒരാൾക്ക് ഈ നാട്ടിൽ ജോലി കിട്ടില്ലേ? എടോ, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇല്ലാതാക്കിയത് എന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള സംസാരം. ഞാനൊരു തൂപ്പുകാരന്റെ ജോലിക്ക് ശ്രമിച്ചാൽ പോലും ആ കുറ്റമായിരിക്കും മുമ്പിലെടുത്ത് വയ്ക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള മാർഗങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ പതുക്കെ ആയാലും മതി. എടോ, അതിലുണ്ടൊരു പ്രശ്നം. താൻ എന്തോരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മ്യൂസിക് ക്ലാസ് തുടങ്ങി, ഇപ്പൊ ദേ ചെറുതായിട്ടാണെങ്കിലും കാറ്ററിങ്. എടോ, മുമ്പ് നമ്മുടെ കുടുംബത്തിനെല്ലാം എളുപ്പമായിരുന്നു. ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ള ആളുകളല്ലേ. ഇതിപ്പോ എന്നെപ്പോലെ ഒരുത്തനെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയല്ലേ. ഒന്നിനും കുറയ്ക്കാനും പറ്റില്ല. മരുമോൻ വലിയൊരു സ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് അതിൽ കുറഞ്ഞൊന്നും ചെയ്യാൻ അച്ഛനും അമ്മയും സമ്മതിക്കുകയില്ലല്ലോ. ഈ ബാധ്യത വർത്താനുണ്ടല്ലോ, ഇനി എന്റെ മുന്നിൽ പറയരുത് കേട്ടോ. ഞാനിതൊക്കെ വെറും ബാധ്യതയായിട്ട് കണ്ടിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമുക്കൊരു കഷ്ടകാലം വന്നു, അത് മറികടക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നു. തൽക്കാലം നമ്മുടെ കയ്യില് നമ്മുടെ തടി മാത്രമേ ഉള്ളൂ. അത് വെള്ളമാവുന്നവരെ പണിയെടുക്കുക. പിന്നെ ഞാനിതൊക്കെ സന്തോഷമായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 100% ആണ്. എനിക്കൊന്നുമില്ലായിരുന്ന സമയത്ത്, ഞാനൊരു അനാഥ പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, തൻ്റെ സ്നേഹം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞൊരാളാ എൻ്റെ കെട്ടിയോ. എന്നിട്ട് വരുണൊരു വീഴ്ച വരുമ്പോൾ ഞാൻ മൂന്നിരിച്ച് നടക്കുകയെ. എങ്ങനെയെങ്കിലും പറഞ്ഞങ്ങ് ഒപ്പിക്കുമല്ലേ? ഒപ്പിക്കാനല്ല, അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോൻ പെട്ടെന്ന് അങ്ങോട്ട് വീണുപോയില്ലേ. എന്താ? അല്ല, അതെ, കണിമംഗലത്ത് നിന്ന് ചെറിയച്ഛൻ എന്നെ പുറത്താക്കിയപ്പോ കൂടെ താനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? കിട്ടി. ഒരു വലിയ വട്ടപൂജയായിരിക്കും. മിക്കവാറും ഏതെങ്കിലും തെരുവിൽ ഭ്രാന്ത് പിടിച്ച് ആരോടെങ്കിലും കയ്യും കാലും ഒക്കെ കാണിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊന്നും വരില്ല. വരനെ പോലെ മനസാന്നിധ്യമുള്ള ഒരാൾക്ക് അത് സംഭവിക്കോ? അതെ, ഭ്രാന്തനങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. എങ്കിലേ ഇവിടെ വരണ്ട. ഇതേ നല്ല മനസ്സോടെ എനിക്ക് കാണാനുള്ള
എനിക്ക് കൊണ്ടു നടക്കാനുള്ള എന്റെ ഭർത്താവ്. ഇനി ഒരു വിഷമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. അതെ, താങ്ക് യു. തളർന്നു പോകുമ്പോ തന്റെ ഒരു വാക്ക് മതി എന്നെ ഹാപ്പിയാക്കാൻ. ഡോ, അയാളെ തന്നെ വിളിച്ചോ, ആ ഡയറക്ടറെ. ഞാനവിടെ ഹോട്ടലിൽ പോയിരുന്നു മാഡം. സാറിന്റെ കൈയും കാലും പിടിച്ച് ഒരുവിധം സമ്മതിപ്പിച്ചിട്ടുണ്ട്. തന്നോട് ആര് പറഞ്ഞു അവന്റെ കൈയും കാലും പിടിക്കാൻ? ഞാൻ പറഞ്ഞു. മാഡം, ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി വെച്ചാല് ഏകദേശം 2-3 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വരും. പിന്നെ റീചാർജിങ്ങും കാര്യങ്ങളും എല്ലാം ആവുമ്പോ നഷ്ടം പിന്നെയും കൂടുകയുള്ളൂ. നഷ്ടപ്പെടട്ടോ, തന്റെ കാശൊന്നും അല്ലല്ലോ പോകുന്നത്. ഒരു സിനിമ തുടങ്ങി പെട്ടെന്ന് തന്നെ നിർത്തിവെക്കാന്ന് പറഞ്ഞാ പ്രൊഡക്ഷൻ കമ്പനിക്ക് നല്ലതല്ല. ഡയറക്ടറോട് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാം. പ്രിയങ്ക മാഡത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അവക്കല്ല, എനിക്കും മനസ്സിലാവും. മുത്തശ്ശി, അയാൾ പറഞ്ഞാല് കാര്യമുണ്ട്. ഇങ്ങനെ പണം നഷ്ടപ്പെട്ട നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൽ പടം തീരില്ല. പിന്നെ അത് വലിയ പ്രശ്നമാവും. നോക്ക്, ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഡയറക്ടർ മുത്തശ്ശിയോട് സംസാരിക്കാൻ പാടില്ല. അതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലേ മുത്തശ്ശി? അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മള് പറഞ്ഞ സീൻ അവൻ മാറ്റണ്ടേ, അല്ലാതെ എങ്ങനെയാ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല മാഡം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ സിനിമ ഇവിടെ വെച്ച് നിർത്തുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. ഞാൻ ആരുടെ കാല് പിടിക്കാനും തയ്യാറാ. എനിക്ക് പടം നടന്നാൽ മതി. ശരി, അയാളോട് നാളെ തുടങ്ങി ഷൂട്ടിന് വരാൻ പറ. ഓക്കെ മാഡം, ശരി. എടി മോളെ, നമ്മളെ അവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കണോ? ഇത് തോൽവിയൊന്നും അല്ല മുത്തശ്ശി. നമ്മുടെ കാശിന് നമ്മൾ വില കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പടം പോരല്ലോ മുത്തശ്ശി. ആറ്റുവാശ്ശേരി സുകുമാരി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആവണ്ടേ? ഈ ഡയറക്ടർ അടക്കമുള്ളവര് മുത്തശ്ശി ഉറങ്ങുന്ന മുറിയുടെ മുമ്പിൽ വന്ന് കാവല് നിൽക്കണ്ടേ? അതൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്കിതൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം. ശരി, പക്ഷേ സിനിമ തീരുന്നതിനുള്ളില് ഓമനൊട്ട് ഞാനൊരു പണി.